പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിന്റെ 266 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ റെയ്മണ്ടിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ ഗിൽസിനെ കുറിച്ചാണ്. ഗ്രീസിന്റെ തലസ്ഥാനമായ ഏഥൻസിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ ഗിൽസ് ജനിച്ചത്. മാതാപിതാക്കളുടെ മരണശേഷം പ്രശസ്തിയെയും അനുയായികളും ഭയന്ന് അദ്ദേഹം പിതൃരാജ്യത്തു നിന്നും പലായനം ചെയ്ത് ഫ്രാൻസിലെത്തി. റോൺ നദീമുഖത്തിനടുത്തുള്ള കാട്ടിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരു സന്യാസിയായി ജീവിതം തുടർന്നു. ദിവസേന ഒരു പേടമാൻ ഗുഹയിലെത്തി അദ്ദേഹത്തിന് പാൽ കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു ദിവസം രാജാവിന്റെ വേട്ടക്കാരാൽ ഓടിക്കപ്പെട്ട മാൻപേട ഗുഹാ കവാട പ്രദേശത്തേക്ക് പോകുന്നത് പിന്തുടർന്ന അവർ ഗിൽസിനെയും അദ്ദേഹത്തിന്റെ രഹസ്യ ധ്യാനസ്ഥാനവും കണ്ടെത്തി. അവർ ആ പെൺമാനിന്റെ നേരെ അമ്പെയ്തെങ്കിലും അത് കൊണ്ടത് ഗിൽസിന്റെ കാൽത്തുടയിലായിരുന്നു. ഇതേ തുടർന്ന് ജീവിതകാലം മുഴുവനും മുടന്തനായി അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു. പിന്നീട് തിയോഡോറിക് രാജാവിന്റെ ആവശ്യപ്രകാരം അദ്ദേഹം ഒരു ആശ്രമം പണിയുകയും അതിന്റെ ആദ്യത്തെ മഠാധിപതിയാവുകയും ചെയ്തു. ഈ ആശ്രമം വിശുദ്ധ ഗിൽസ് ഡു ഗാഡ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി. 8 വർഷത്തിനു ശേഷം 712 വിശുദ്ധ ഗിൽസ് നിര്യാതനായി. ഈ വിശുദ്ധന്റെ ഒരു പ്രതിമയോ ചിത്രമോ ചേർത്ത് വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ സന്താനഭാഗ്യമില്ലാത്ത സ്ത്രീകൾ ഗർഭിണികളാകുമെന്ന വിശ്വാസത്താൽ അങ്ങനെ ആചരിക്കുന്നവർ ഫ്രാൻസിലെ നോർമണ്ടിലുണ്ട്. മുടന്തുള്ളവരുടെ സൗകര്യത്തിനായി വിശുദ്ധ ഗിൽസിന്റെ നാമധേയത്തിൽ ധാരാളം പള്ളികൾ ഇംഗ്ലണ്ടിൽ പണിതീർക്കപ്പെടുകയുണ്ടായി. ദരിദ്രരുടെ രക്ഷാധികാരിയായിട്ടാണ് ഗിൽസ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ നാമത്തിൽ നിരാലംബർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുക പതിവായിരുന്നു. ഇതിന് തെളിവായി ഒരു ആചാരം നിലവിലുണ്ടായിരുന്നു. വധശിക്ഷയ്ക്ക് കൊണ്ടുപോയിരുന്ന കുറ്റവാളികളെ വിശുദ്ധ ഗിൽസ് ആശുപത്രി കവാടത്തിൽ നിർത്തി അവർക്ക് സെന്റ് ഗിൽസ് ബോ എന്ന് വിളിച്ചിരുന്ന ഒരു പാത്രം വീഞ്ഞ് ദാനമായി നൽകപ്പെട്ടിരുന്നു. പരിശുദ്ധ സഹായകർ എന്ന 14 പേരുടെ ലിസ്റ്റിൽ വിശുദ്ധ ഗിൽസും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ 14 പേർക്കും ഒന്നിച്ചാണ് പ്രാർത്ഥനാ അപേക്ഷകൾ സമർപ്പിക്കുന്നത്. കാരണം പരീക്ഷകളിലും കഷ്ടതയിലും സഹായിക്കാനുള്ള ശക്തി പ്രാപിച്ചവരാണവർ. ഓരോ വിശുദ്ധനും പ്രത്യേക തിരുനാളും ഓർമ്മദിനവുമുണ്ട്. ആഗസ്റ്റ് 8-നാണ് ഇവരെ ഒന്നിച്ചോർമ്മിക്കുന്ന ദിവസം. എന്നാൽ 1969 റോമൻ കലണ്ടർ പരിഷ്കരണ പ്രകാരം ഈ കൂട്ടായ ദിനാചരണം റദ്ദു ചെയ്യപ്പെട്ടു. ഭിക്ഷാടകർ, മുലയൂട്ടുന്നവർ, സന്യാസികൾ, ശാരീരിക ക്ഷമതയില്ലാത്തവർ, കൊല്ലപ്പണിക്കാർ, മുടന്തന്മാർ, കുഷ്ഠരോഗികൾ, സന്താനശേഷിയില്ലാത്തവർ, ലൈംഗികശേഷിയില്ലാത്തവർ എന്നിവർക്ക് ഈ വിശുദ്ധന്റെ മധ്യസ്ഥ ശക്തിക്കായി പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. സമ്പത്തിനോടുള്ള അതിയായ ആഗ്രഹം ജീവിത ലക്ഷ്യത്തെയും ലോകരക്ഷിതാവായ ദൈവത്തിനെ കുറിച്ച് തീർത്തും മറപ്പിച്ചു കളഞ്ഞു തുടങ്ങി. പരീക്ഷണ ഘട്ടങ്ങളിൽ ദാരിദ്ര്യത്തെ ഭയപ്പെട്ട് സമ്പത്ത് ഏതുവിധേനയും കരസ്ഥമാക്കാൻ നാം ഇറങ്ങി തുടങ്ങി. സമ്പത്ത് സമാധാനം നൽകുമെന്ന് നമ്മളും വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. സമ്പത്ത് ഏതു വിധേനയും നേടാൻ ജീവിതത്തിന്റെ തിരക്കുകൾ നിറഞ്ഞു തുടങ്ങി. ദൈവത്തെ ഓർക്കാൻ സമയം തീരെ കുറവായി തുടങ്ങി. ലോക അറിവുകൾ നേടിയപ്പോഴും ദൈവത്തിന്റെ നിർദ്ദേശങ്ങളിൽ മാത്രം അറിവ് നേടാൻ സമയം ലഭിക്കാതെ വന്നു. ജീവിതത്തിന്റെ സമയമെല്ലാം മറന്ന് സമ്പത്ത് മാത്രമായി ലക്ഷ്യം. മടക്കയാത്രയ്ക്കുള്ള സമയം ജീവിത സമ്പത്തെ മുഴുവൻ മറ്റുള്ളവർക്ക് വീതം വെച്ച് ഒന്നും കയ്യിലില്ലാതെ മണ്ണിലേക്ക് മുഖം അമർന്നുപോയി. ഏവർക്കും നന്ദി.